നോർത്തിലൊക്കെ പോകുമ്പോഴാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. കാശി വിശ്വനാഥ ക്ഷേത്രം 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. കാശി വിശ്വനാഥനെ എങ്ങനെയാ പോയി തൊഴാനോ, ആ ഗംഗാതീർത്ഥം ഒരു ഗ്ലാസ്സിൽ ഇങ്ങോട്ട് മുക്കി അങ്ങോട്ട് വരിയായിട്ട് അങ്ങോട്ട് ചെന്ന് നേരെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കാശി വിശ്വനാഥൻ എന്ന് സങ്കല്പിച്ച് താൽക്കാലികമായി വെച്ചിരിക്കുന്ന ആ ശിവലിംഗത്തിൽ നമ്മൾ തന്നെ അഭിഷേകം ചെയ്യും. നമ്മൾ തന്നെ പാലഭിഷേകം ചെയ്ത് എരിക്കുമാല ചാർത്തി ആ ലിംഗത്തിൽ തൊഴുത് നമസ്കരിക്കും. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്യണം എന്നാണ് നോർത്തിലെ സങ്കല്പം. പക്ഷേ ഒറിജിനൽ കാശി വിശ്വനാഥന്റെ വിഗ്രഹം ഇപ്പോഴും ജ്ഞാനവാപി എന്ന കിണറിൽ അങ്ങനെ കിടക്കുക. നന്ദികേശ്വരൻ കാശി വിശ്വനാഥൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദികേശ്വരൻ ആ പള്ളിയിലേക്ക് നോക്കിയിട്ടായിരിക്കുന്നത്. ഔറംഗസീബ് ആക്രമിച്ചിട്ടാണ് അത്രേ ഈ കാശി വിശ്വനാഥന്റെ ഒറിജിനൽ ലിംഗം, ശിവലിംഗം, ആ തിരുമേനി ആ ശിവലിംഗം എടുത്തിട്ട് ആ ജ്ഞാനവാപി എന്നുള്ള കിണറിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് കഥ. ഇങ്ങനെ നോക്കുമ്പോൾ കേരളീയർ എത്ര ഭാഗ്യവാന്മാരാ. ഇവിടെ നമുക്ക് നമ്മളുടെ മനസ്സിന് യോജിച്ച പോലെ ഒരു തിരുമേനി ഇപ്പം അതും കിട്ടാനില്ലാതെയില്ലേ. കലികാലത്തിൻ്റെ വൈഭവം. നോർത്തുനിന്ന് വരുന്ന ഹിന്ദിക്കാർ പൂജിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ പൂജ പഠിച്ചവന് മാത്രമാണ് അതിന് അർഹത. അതറിയാത്തവൻ ഒരിക്കലും അങ്ങോട്ട് കയറി വരില്ല. പക്ഷേ കാലദേശാവധിഭ്യാം, കാലത്തിനും ദേശത്തിനും അനുസരിച്ച് അവരുടെ പൂജയും നമ്മുടെ പൂജയും വ്യത്യാസം ഉണ്ടായിരിക്കാം. എങ്കിലും മഹാദേവന്റെ അനുഗ്രഹം ഇല്ലാതെ ഒരിക്കലും ആ ശ്രീലകത്ത് കയറി ഒരു വില്ലുവൃക്ഷത്തിൻ്റെ ഇലയെടുത്ത് ഇങ്ങനെ ഓം നമഃശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രത്തോടെ സമർപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതിന് അനുഗ്രഹം തന്നെ വേണം.